ലോകത്തിനു മുൻപിൽ KSFE വലിയ സാമ്പത്തിക മാതൃകയെന്ന് മുഖ്യമന്ത്രി പിണറായി വിജയൻ. സാമ്പത്തിക മാന്ദ്യത്തിൽ ലോകത്തിലെ പല ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞപ്പോഴും KSFE കരുത്തുകാട്ടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. വാർഷിക ബിസിനസ്സിൽ 1 ലക്ഷം കോടി രൂപ എന്ന അപൂർവ നേട്ടം കൈവരിച്ചതിന്റെ സംസ്ഥാനതല ഉദ്ഘാടനം നിർവഹിച്ച് സംസാരിക്കുകയായിരുന്നു മുഖ്യമന്ത്രി. മന്ത്രിമാരായ KN ബാലഗോപാൽ, GR അനിൽ, KSFE ബ്രാൻഡ് അംബാസിഡറും നടനുമായ സുരാജ് വെഞ്ഞാറമൂട് തുടങ്ങിയവർ പരിപാടിയിൽ പങ്കെടുത്തു. തിരുവനന്തപുരം സെൻട്രൽ സ്റ്റേഡിയത്തിൽ നടന്ന പ്രൗഢഗംഭീരമായ ചടങ്ങിലാണ് പ്രഖ്യാപനം. മിസലേനിയസ് ബാങ്കിംഗ് ഇതര കമ്പനികളിൽ രാജ്യത്ത് ആദ്യമായാണ് ഒരു പൊതുമേഖലാ സ്ഥാപനം 1 ലക്ഷം കോടി രൂപയുടെ ബിസിനസ് സ്വന്തമാക്കുന്നത്. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഭദ്രദീപം കൊളുത്തി ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ലോകത്തിനു മുന്നിൽ വലിയ സാമ്പത്തിക മാതൃകയായി KSFE മാറിയെന്നും സാമ്പത്തിക മാന്ദ്യത്തിന്റെ കാലത്ത് പല ധനകാര്യ സ്ഥാപനങ്ങളും തകർന്നടിഞ്ഞപ്പോഴും KSFE വളർച്ചയിലേക്ക് കുതിച്ചു ചാടിയെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ലോകത്തിന് മുൻപാകെ KSFE വലിയൊരു സാമ്പത്തിക മാതൃകയാണ് ഉയർത്തിക്കാട്ടുന്നത്. ഒരു പ്രതിസന്ധിയിലും ഉലയാത്ത മാതൃക. ചടങ്ങിൽ KSFEയുടെ മുദ്രാവാചകം നടൻ സുരാജ് വെഞ്ഞാറമൂടിന് നൽകി മുഖ്യമന്ത്രി പ്രകാശനം ചെയ്തു. KSFEയുടെ ബ്രാൻഡ് അംബാസിഡർ കൂടിയായ ശ്രീ സുരാജ് വെഞ്ഞാറമൂടാണ്. ഇവിടെ പ്രകാശനം നടക്കുമ്പോൾ നിങ്ങളും എല്ലാവരും ഉയർത്തിക്കാണിക്കണം KSFE, ഈ നാടിന്റെ ധൈര്യം. ഓരോ മലയാളിക്കും ഉണ്ടാവും ഒരു KSFE കഥ പറയാൻ. KSFE അത്ഭുതാവഹമായ നേട്ടമാണ് കൈവരിച്ചതെന്ന് ധനകാര്യമന്ത്രി KN ബാലഗോപാൽ പറഞ്ഞു. 1 ലക്ഷം കോടി എന്നത് ചെറിയ നേട്ടമല്ലെന്നും സേവന വേതന വ്യവസ്ഥകളിൽ ഇതര സ്ഥാപനങ്ങളോട് കിടപിടിക്കുന്ന തരത്തിൽ KSFE വളർന്നുവെന്നും ബാലഗോപാൽ പ്രശംസിച്ചു. 1,65,000 കോടി വെച്ച് ഓരോ വർഷവും ഈ കേരള സംസ്ഥാനം ചെലവാക്കിയിട്ടുണ്ട് എന്നുള്ളത് അഭിമാനകരമായ കാര്യമാണ്. KSFEയുമായി അഭേദ്യമായ ബന്ധമാണുള്ളതെന്ന് നടനും ബ്രാൻഡ് അംബാസിഡറുമായ സുരാജ് വെഞ്ഞാറമൂട് പറഞ്ഞു. കുടുംബത്തിന്റെ സാമ്പത്തിക അച്ചടക്കത്തിന് ഏറ്റവും സഹായകമാണ് KSFE എന്നും സുരാജ് വെഞ്ഞാറമൂട് ആശംസിച്ചു. ശരിക്കും ഞാനും KSFEയുമായിട്ട് അഭേദ്യമായിട്ടുള്ള ബന്ധമാണുള്ളത്. ഏകദേശം 25 വർഷം പഴക്കമുണ്ട്. സാധാരണക്കാർക്ക് പ്രയോജനകരമാകുന്ന തരത്തിലുള്ള വൈവിധ്യമാർന്ന ചിട്ടികളാണ് KSFE വാഗ്ദാനം ചെയ്യുന്നത്. 1 കോടി ഉപഭോക്താക്കളെ ഉൾക്കൊള്ളിക്കുക എന്നതാണ് KSFEയുടെ അടുത്ത ലക്ഷ്യം. ചടങ്ങിൽ വിവിധ പദ്ധതികളുടെ ഉദ്ഘാടനവും ഓണം ഗിഫ്റ്റ് കാർഡിന്റെ വിതരണവും നടന്നു. ധനകാര്യമന്ത്രി KN ബാലഗോപാലിന്റെ അധ്യക്ഷതയിൽ നടന്ന ചടങ്ങിൽ മന്ത്രി GR അനിൽ, ആന്റണി രാജു MLA, KSFE ചെയർമാൻ K വരദരാജൻ തുടങ്ങി നിരവധി പേർ പങ്കെടുത്തു. ജനം, തിരുവനന്തപുരം.